ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് എന്നുള്ള സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 125 മീറ്റർ ഉയരമുള്ള ടവറിൽ നിന്നും ഒരു കാറിന്റെ കീഴ്ക്കോൺ 45 ഡിഗ്രിയാണ്. അപ്പോൾ ടവറിൽ നിന്ന് കാർ എത്ര ദൂരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ 125 മീറ്റർ ഉയരമുള്ള ഒരു ടവർ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുവാണ്, താഴെ കിടക്കുന്ന ഒരു കാറ് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഉണ്ടാകുന്ന കീഴ്ക്കോൺ 45 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കാറ് ഇവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്. അത് കീഴ്ക്കോൺ എങ്ങനെയാ വരുന്നത്? കീഴ്ക്കോൺ ശരിക്കും നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ കോണ് വരുന്നത് നമ്മുടെ ഐ ലെവല്, നമ്മുടെ ഐ ലെവല് ഇങ്ങനെ വരുമല്ലോ, ഐ ലെവലുമായിട്ട് ഉണ്ടാവുന്ന കോണാണ്. അതായത് ഈ ഒരു ആംഗിൾ ആണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ 45 ഡിഗ്രി കൊണ്ട് എന്താണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് നമ്മൾ നോക്കുന്നത്? ഇത് പാരലൽ ആണ്, ഇതും ഈ ലൈനും താഴത്തെ ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ 45 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും. അപ്പൊ ഇതും എന്താണ് 45 ഡിഗ്രി ആയിരിക്കും. ഒന്നെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 45 ഡിഗ്രി എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ കീഴ്ക്കോൺ അത് തന്നെയാണെന്നൊന്ന് എല്ലാത്തിലും അങ്ങനെ തന്നെ വരാറുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് കിട്ടി ടവറിന്റെ ഉയരം 125 മീറ്റർ. ഓക്കെ, ടവറിൽ നിന്നും കാറിന്റെ കീഴ്ക്കോൺ 45 ഡിഗ്രിയാണ്. അപ്പോൾ ടവറിൽ നിന്ന് കാറിന്റെ ദൂരം, കാർ എത്ര ദൂരെയാണെന്ന്, അതായത് ഇപ്പൊ ഇതിന് നമ്മൾ നെയിം ചെയ്യുവാണെങ്കിൽ എ ബി സി, കാറിന്റെ ടവറിന്റെ ഉയരം എ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കാർ ടവറിൽ നിന്ന് എത്ര ദൂരെയാണ്, അതായത് എ സിയുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയും ഇപ്പുറത്ത് 45 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെന്ത് വരും? 45 ഡിഗ്രി തന്നെ വരും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ആംഗിൾസ് 45, 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ റേഷ്യോ, ഇത് ആംഗിൾസ്, മൂന്ന് ആംഗിൾസ് 45, 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. അതായത് ഈ ഏതെങ്കിലും ഒരു 45 എടുക്കുക, 45ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 1, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് 1, അടുത്ത 45ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 1, പിന്നെ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് √2. ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഏതെങ്കിലും ഒരു 45ന് ഓപ്പോസിറ്റ് ഉള്ള നമ്പർ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ, 60 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്താണ്? ഇവിടെയും 1 ആണ്. ഇവിടെ ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും രണ്ടാമത്തെ 45ന് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഇതും 60 ആയിരിക്കും. അടുത്ത എന്ത് വരും? 1:√2 എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പൊ 60√2 ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കിൽ എന്ത് വരും? 45ല് ഒരു 45ന്റെ ഓപ്പോസിറ്റ് 125 ആ. നമുക്ക് കണ്ടുപിടിക്കേണ്ട മറ്റേ 45ന്റെ ഓപ്പോസിറ്റ് ആ. അത് ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെ വരും? 125 തന്നെ വരും. കാരണം എന്താ? 125 അടുത്ത എന്താണ്? 90യുടെ ഓപ്പോസിറ്റ്. ഈ സൈഡും വേണേൽ കണ്ടുപിടിക്കാം. ഇത് 125√2 ആയിരിക്കും. ആ ഒരു റേഷ്യോ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? എ സിയുടെ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 125. അപ്പൊ ആൻസർ 125 മീറ്റർ ആണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഈ 45 ഡിഗ്രി, ഒരു 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളതും കണ്ടുപിടിക്കേണ്ടതും കൂടെ നോക്കുക. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റും അഡ്ജസന്റും രണ്ടും കൂടെ വരുന്ന ഇക്വേഷൻ ഏതാണ്? ടാൻ ആണ്. അപ്പൊ ടാൻ 45 കണ്ടുപിടിക്കുക. ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബി ബൈ എ സി. ഇതിൽ നിന്ന് നമുക്ക് എ സി എന്ന് പറയുന്നത് എന്തെന്ന് വരും? എ ബി ബൈ ടാൻ 45. ഓക്കെ, എ ബി എന്ന് പറയുന്നത് 125 ആണ്. ഇനി ടാൻ 45ന്റെ വാല്യൂ എന്ത് വരും? ടാൻ 45 1 ആണ്. സോ ആൻസർ ഈസ് 125 എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ടാൻ വെച്ച് വേണമെങ്കിലും കിട്ടാം. അപ്പൊ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? സൈൻ, കോസ്, ടാനിന്റെ ഒക്കെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ വാല്യൂസ് വരുന്നത് ഈ റേഷ്യോ എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ,
ടവറിന്റെ അടിവാരത്തുള്ള ഒരു കുന്നിൻ മുകളിലെ മേൽക്കോൺ 60 ഡിഗ്രിയാണ്. കുന്നിന്റെ അടിയിൽ നിന്ന് ടവറിന്റെ മുകൾ ഭാഗത്തിന്റെ മേൽക്കോൺ 30 ഡിഗ്രിയാണ്. ടവറിന് 50 മീറ്റർ ഉയരമുണ്ടെങ്കിൽ കുന്നിന്റെ ഉയരം എത്രയാണ്? നമ്മൾ ആദ്യം അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ടവർ, പിന്നെ ഒരു കുന്നിൻ മുകള്, അതായത് ഇത് നമ്മളൊരു കുന്നായിട്ട് എടുത്തു. ഇതിന്റെ കുന്നിൻ മുകളിലെ മേൽക്കോൺ 60 ഡിഗ്രിയാണ്. അതായത് ഒരു ടവർ ഇവിടെ ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടവറിന്റെ അടിവാരം എന്ന് പറഞ്ഞേക്കുന്നത്, അടിഭാഗം ഇതല്ലേ അടിവാരം. ഇവിടെ നിന്ന് ഈ കുന്നിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ഉള്ള ആംഗിള് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആംഗിള് 60 ഡിഗ്രി എന്ന് വരും. ഇനി അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? കുന്നിന്റെ അടിയിൽ നിന്ന്, ഇതാണ് കുന്നിന്റെ അടിയിൽ നിന്ന്, ഇവിടുന്ന് ടവറിന്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് ഇതിന്റെ മുകളിലേക്ക് ഉള്ള മേൽക്കോൺ 30 ഡിഗ്രിയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആംഗിള് 30 ഡിഗ്രി. അപ്പൊ ഇതെന്താണ്? ഇതാണ് ടവർ, ഇത് കുന്നിന്റെ മുകളിൽ. അപ്പൊ രണ്ടും പിക്ചറൈസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് നെയിം ചെയ്ത് കൊടുക്കാം. എ, ബി, സി, ഡി. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എഴുതാൻ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടവറിന് 50 മീറ്റർ ഉയരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടവർ ഇത്, അപ്പൊ ഇതിന് 50 മീറ്റർ ഉയരമുണ്ട്. സോ ദിസ് ഈസ് 50 മീറ്റർ. ഓക്കെ, 50 മീറ്റർ ഉയരമുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കുന്നിന്റെ ഉയരം, അതായത് ബി സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് വേണം. എ ബി, ബി സി, എ സി, ഇതിന് 3 സൈഡ് നമുക്കില്ല. നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, എ ഡി തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ബി സിയുടെ ഒരു സൈഡ് ആയില്ലേ എ ബി, രണ്ട് സെയിം അല്ലേ? അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എ ബി കണ്ടുപിടിക്കാൻ പോകും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യുക. എ ബി ഡി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഡിഗ്രി എന്താണ്? 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 30 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുകൊണ്ട് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എടുക്കും. ടാൻ 30 അല്ലേ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ഇക്വേഷൻ. അപ്പൊ ഓപ്പോസിറ്റ് എ ഡി ബൈ അഡ്ജസന്റ് എ ബി. അപ്പൊ എന്തെന്ന് കിട്ടും? 50 ബൈ എ ബി എന്ന് കിട്ടും. നെക്സ്റ്റ് എ ബി എന്ന് പറയുന്നപ്പോ എന്ത് വരും? 50 ബൈ ടാൻ 30. ഓക്കെ, അപ്പൊ 50 ബൈ ടാൻ 30യുടെ വാല്യൂ 1/√3 ആ. 1/√3. അപ്പൊ എന്ത് വരും? √3 മുകളിലോട്ട് പോവും. 50√3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ ബിയുടെ വാല്യൂ കിട്ടി. എ ബിയുടെ വാല്യൂ 50√3. 50√3. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? 60 എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. 60യുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ടാൻ 60 എടുക്കുക. ടാൻ 60 എന്ന് പറയുന്നത് ബി സി ബൈ എ ബി. ഇതിൽ നിന്ന് ബി സി എന്ന് പറയുന്നത് ടാൻ 60 ഇൻറ്റു എ ബി ഈക്വൽ ടു എന്ത് വരും? ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. √3 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് 50√3. ദാറ്റ് ഈസ് 50 ഇൻറ്റു 3 എന്ത് വരും? 150 മീറ്റർ എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 150 മീറ്റർ. അപ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നിലത്തെ ഒരു ബിന്ദുവിൽ നിന്ന് 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ ടവറിന്റെ അടിഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തു നിന്നുമുള്ള മേൽക്കോൺ യഥാക്രമം 30 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ് എങ്കിൽ ടവറിന്റെ ഉയരം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പിക്ചറൈസ് ചെയ്യാൻ പോവാണ്. നിലത്തെ ഒരു ബിന്ദു എടുത്തു. ആ ബിന്ദുവിൽ നിന്ന് 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. ഇത് 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. അപ്പൊ ഈ കെട്ടിടം ഇവിടെ വരെയാണുള്ളത്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ ടവർ,
അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നുമുള്ള മേൽക്കോൺ യഥാക്രമം 30 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ്. അതായത് ഇതിന്റെ അടിഭാഗം ഇതാണല്ലോ, അടിഭാഗത്തു നിന്നുള്ളൊരു കോണുണ്ട്, അതുപോലെ തന്നെ മുകൾ ഭാഗത്തു നിന്നുള്ള കോണുമുണ്ട്. അത് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? എന്താണ്, അടിഭാഗത്തു നിന്നുള്ളതും മുകൾ ഭാഗത്തു നിന്നും 30, 60. അപ്പൊ അടിഭാഗത്തു നിന്നുള്ളത് 30 ഡിഗ്രിയും മുകൾ ഭാഗത്തു നിന്നുള്ളത് 60 ഡിഗ്രിയും. അതായത് ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഉയരം, ടവർ ഏതാണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നെയിം ചെയ്യാം എ, ബി, സി, ഡി. നമുക്ക് എന്താണ്, ബി സിയുടെ ലെങ്ത് അറിയാം, സി ഡിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, സി ഡി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബി ഡി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ സി ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബി ഡിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്താൽ പോരെ? ബി സി 10 എന്ന് തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ഡി കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ്, ബി ഡി ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ബി ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഡി നമുക്ക് കണ്ടുപിടിക്കണം, ഈ വലിയ ട്രയാങ്കിൾ എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ എടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് വേണം. ഏത് സൈഡ് വേണം? എ ബി എന്നുള്ള സൈഡ് വേണം. അപ്പൊ എ ബി എന്നുള്ള സൈഡ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ എ ബി സി എടുക്കുക. ഇതിൽ നോക്കിയേ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്, നമുക്ക് എ ബി ആണ് വേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? tan 30 കണ്ടുപിടിക്കണം. tan 30 ഈക്വൽ ടു ബി സി ബൈ എ ബി. അങ്ങനെയാണെങ്കിൽ എന്താണ്, എ ബി എന്താണ്? ബി സി ബൈ tan 30. ബി സി എന്ന് പറയുന്നത് 10 ആണ്, tan 30 എന്ന് പറയുന്നത് √3 ആണ്. സോറി, √3 അല്ല, 1/√3 ആണ്. 1/√3. അപ്പൊ എന്ത് വരും? 10√3 എന്ന് വരും. അപ്പൊ നമുക്ക് എ ബി എന്നുള്ള സൈഡ് 10√3 എന്ന് കിട്ടി. ഇനി നമുക്ക് സുഖമായിട്ട് ബി ഡി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡ്, അതായത് tan 60 എടുക്കുക. tan 60 എന്ന് പറയുന്നത് ബി ഡി ബൈ എ ബി ആണ്. ഇതിൽ നിന്ന് ബി ഡി എന്ന് പറയുന്നത് tan 60 ഇൻറ്റു എ ബി. അപ്പോൾ tan 60 ഇൻറ്റു എ ബി എന്താണ്? 10√3. tan 60യുടെ വാല്യൂ √3 ആണ്. √3 ഇൻറ്റു 10√3, ദാറ്റ് ഈസ് 10 ഇൻറ്റു 3, സോറി 10 ഇൻറ്റു 3 എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഫൈനൽ ആൻസർ ആയോ? ഇല്ല, നമുക്ക് ബി ഡി ആണ് കിട്ടിയത്, 30 എന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആയിരുന്നു. സോ സി ഡി ഈസ് ഈക്വൽ ടു, ബി ഡി എത്ര? 30. 30 മൈനസ് 10 ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പൊ ദ ആൻസർ ഈസ് സി, 20 മീറ്റർ. 5 മീറ്റർ നീളമുള്ള ഒരു ഗോവണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. 3 മീറ്റർ ഉയരത്തിൽ അത് ഭിത്തിയിൽ എത്തുന്നു. ഗോവണിയുടെ പാദം ഭിത്തിയിലേക്ക് 2.6 മീറ്റർ നീക്കിയാൽ ഗോവണിയുടെ മുകൾ ഭാഗം ഭിത്തിയിൽ മുകളിലേക്ക് നീങ്ങുന്ന ദൂരം ഇതാണ്. അതായത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ അതിനെ പിക്ചറൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? 5 മീറ്റർ നീളമുള്ള ഒരു ഗോവണി ഭിത്തിയിൽ ചാരി വെച്ചേക്കുക. നമുക്ക് ആദ്യം ഭിത്തി വരയ്ക്കാം, എന്നിട്ട് ചാരി വെച്ചാൽ പോരെ? ഓക്കെ, അപ്പൊ നമ്മൾ ഭിത്തിയിലേക്ക് ചാരി വെച്ചു. ഒരു ഗോവണി ഭിത്തി ചാരി വെച്ചത് 5 മീറ്റർ നീളം. ഓക്കെ, 3 മീറ്റർ ഉയരത്തിൽ അത് ഭിത്തിയിൽ എത്തുന്നു. അപ്പൊ ഈ ഒരു ലെങ്ത് ഇവിടെ തൊട്ട് ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ. ഗോവണിയുടെ പാദം ഭിത്തിയിലേക്ക് 2.6 മീറ്റർ നീക്കി. അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കി കൊടുത്തു. ഇതാണ് 2.6 മീറ്റർ. കുറച്ചുകൂടെ നമ്മൾ വലിയ പിക്ചർ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് 2.6 മീറ്റർ നീക്കി, 2.6. ഇങ്ങോട്ട് നീക്കിയിട്ട് ഗോവണി എന്ത് ചെയ്തു? ഇങ്ങനെ ചാരി വെച്ചു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ലെങ്ത് ആണ്. അതായത് എന്താണ്? ഗോവണിയുടെ മുകൾ ഭാഗം ഭിത്തിയിൽ മുകളിലേക്ക് നീങ്ങുന്ന ദൂരം, അതായത് ഈ ഒരു ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഗോവണിയുടെ നീളം എപ്പോഴും ഇപ്പം എ ബി, ഇതാണ് ഗോവണി എടുത്തെങ്കിൽ ഇതും എ ബി തന്നെയല്ലേ? സെയിം ഗോവണി തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കിയത്? അപ്പോൾ എ ബി എന്ന് തന്നെ വരും. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്
നമ്മൾ എന്താണ് ഇവിടെ പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ഞാനിവിടെ സി എന്ന് പേര് കൊടുക്കുക. എ ബി സി, ഈ ഫസ്റ്റിലെ വരച്ചേക്കുന്ന എ ബി സിയിൽ നമുക്ക് എ സിയും ഉണ്ട് എ ബിയും ഉണ്ട്. എ ബിയുടെ നീളം 5 സെന്റിമീറ്റർ, എ സി 3 സെന്റിമീറ്റർ. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സി ബി കണ്ടുപിടിച്ചുകൂടെ? സി ബി എന്ന് പറയുന്നത് എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. പൈതഗോറസ് തിയറം അറിയാലോ. അപ്പൊ എന്ത് വരും? 25 മൈനസ് 9 റൂട്ട് 16 വരും. ആൻസർ 4 എന്ന് വരും. അപ്പൊ സി ബി ടോട്ടല്, ഏത് സി ബി ആണ്? ടോട്ടൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് വരും? 4 എന്ന് വരും. ഈ ലെങ്ത് 4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ചെറിയ ലെങ്ത് വേണ്ടേ, ഈ ഒരു സി ബി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നെയിം ഒന്ന് മാറ്റി കൊടുക്കാവേ. എ ബിക്ക് പകരം നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന എ ബിക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് കൊടുക്കാം. എ ഡാഷ് ബി ഡാഷ്. ഓക്കെ, അപ്പൊ സി ബിയുടെ ലെങ്ത് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സി ബി ഡാഷ് എന്ത് വരും? ടോട്ടൽ 4 ഉണ്ട്, അതിൽ നിന്ന് ബി ബി ഡാഷ് 2.6 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 1.4 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടി, 1.4. അപ്പൊ നമുക്കിനി എന്താണ് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്തൂടെ? അടുത്ത ട്രയാങ്കിൾ ഏതാ? എ ഡാഷ് ബി ഡാഷ് സി. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് സി ബി ഡാഷ് ഉണ്ട്, അതുപോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് എന്താ സെയിം ഗോവണി അല്ലേ, അപ്പൊ 5 മീറ്റർ തന്നെ വരും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് സി ആ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? എ ഡാഷ് സി ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 1.4 the whole square, that is 25 minus 1.96. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 23.04 എന്ന് കിട്ടും. 23.04. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 4.8 കിട്ടും. ഇത്രയും കോംപ്ലിക്കേഷൻ വരില്ല എന്ന് വിചാരിക്കാം. 4.8 എന്ന് കിട്ടും. അപ്പൊ 4.8 എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് സി ആ. നമുക്ക് എ ഡാഷ് മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടല് നമുക്ക് എ ഡാഷ് മതി. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ എ ഡാഷ് സിയിൽ നിന്ന് നമുക്ക് എ സി മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 4.8ൽ നിന്ന് 3 മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1.8. ഇതിപ്പോ പോയിന്റ് നമ്പേഴ്സ് വന്നു. 1.8 ഇതാണ് ആൻസർ വരുന്നത്. പോയിന്റ് നമ്പേഴ്സ് വന്നു, പക്ഷെ ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള വരില്ലായിരിക്കും. അപ്പോൾ ഇത് ഡ്രോ ചെയ്യാൻ പഠിക്കണം. വരച്ച് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു പട്ടത്തിന്റെ ചരടിന് 158 മീറ്റർ നീളവും തിരശ്ചീനമായി 30 ഡിഗ്രി കോണും ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ പട്ടത്തിന്റെ ഉയരം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പട്ടം ഇങ്ങനെയാണ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം 158 മീറ്റർ. ഒരു പട്ടത്തിന്റെ ചരടിന് ഇത്രയും നീളമുണ്ട്. ഇത് തിരശ്ചീനമായ, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പട്ടത്തിന്റെ ഉയരം, അതായത് ഗ്രൗണ്ടിൽ നിന്ന് പട്ടം എത്ര മീറ്റർ മുകളിലാണ്? ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് പട്ടം എത്ര മീറ്റർ മുകളിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിനെ നെയിം ചെയ്യാം. എ ബി സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര സിമ്പിൾ അല്ലേ? എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനീസ് തന്നിട്ടുണ്ട്. സോ സൈൻ കണ്ടുപിടിച്ചാൽ മതി. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ്. ബി സി ബൈ എ സി. സോറി, സൈൻ 30. ഇനി എന്ത് വരും? ബി സി ബൈ 158. ഇനി ബി സി എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ 30 ഇൻറ്റു 158. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്, ഇൻറ്റു 158. അതിന് പറയുന്നത് എന്ത് വരും? 79 വരും. സോ ആൻസർ ബി ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം, കാരണം ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പരസ്പരം 50 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ബിന്ദുക്കളിൽ നിന്നുള്ള ഒരു ഗോപുരത്തിന്റെ മേൽക്കോണുകൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ്
ഈ രണ്ട് ബിന്ദുക്കളും ടവറിന്റെ ഒരേ വശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ടവറിന്റെ ഉയരം എന്താണ്? അപ്പം നമുക്കിതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. ഫസ്റ്റ് 50 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ബിന്ദുക്കൾ. അപ്പോൾ ഇവിടെ ഒരു ബിന്ദു വരച്ചു, ഇവിടുന്ന് മാറി വേറൊരു ബിന്ദു, ഇത് രണ്ടും 50 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ബിന്ദുക്കളാണ്. ഓക്കെ, രണ്ട് ബിന്ദുക്കളിൽ നിന്നുള്ള ഒരു ഗോപുരത്തിന്റെ മേൽക്കോണുകൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഗോപുരം വരച്ചു. എന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള ഗോപുരത്തിന്റെ മേൽക്കോണുകൾ രണ്ടെണ്ണമാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാ? എന്താണ്? 30 ഡിഗ്രിയും 60 ഡിഗ്രിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് 30 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും എന്നും കിട്ടും. ഓക്കെ, രണ്ട് ബിന്ദുക്കളും ടവറിന്റെ ഒരേ വശത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ടവറിന്റെ ഉയരം എന്താണ്? ഓക്കെ, അപ്പൊ ടവറിന്റെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. എ, ബി, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, സി, ഡി. നമുക്കപ്പോൾ എ ബിയുടെ ലെങ്ത് ആണ് കിട്ടേണ്ടത്, അതായത് ഹൈറ്റ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് ഒരു വഴിയില്ല. കാരണം എന്താണ്? ഏത് ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്താലും നമുക്ക് ഒരു സൈഡും കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ബിനെ ഞാൻ എച്ച് എന്നങ്ങ് എടുത്തു, എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്ന് ബി സി കണ്ടുപിടിക്കാൻ പോവാം. സോ എന്ത് കണ്ടുപിടിക്കണം? tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എച്ച് ബൈ ബി സി. അതിൽ നിന്ന് ബി സി എന്ന് പറയുന്നത് tan 60 എച്ച് ബൈ tan 60 എന്ന് പറയുന്നത് √3 ആണ്, √3. അപ്പൊ ബി സി എന്ന് പറയുന്നത് എച്ച് ബൈ √3 എന്ന് കിട്ടി. ഇനി നോക്കുന്നത് ട്രയാങ്കിൾ എ ബി ഡി. ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് tan 30 എന്ത് വരും? എച്ച് ബൈ ബി ഡി. ഓക്കെ, ഇതിൽ നിന്ന് tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു എച്ച് ബൈ ബി ഡി എന്ന് പറയുന്നത് എന്താണ്? 50 പ്ലസ്, നമുക്കറിയാലോ 50 പ്ലസ് ബി സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എച്ച് ബൈ √3. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എച്ച് ബൈ 50√3 പ്ലസ് എച്ച് ബൈ ഒരു √3 വരും. ഈ √3 ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ √3 ഇട്ട് കൊടുക്കുവാണ്. ഈ രീതിയിലേക്ക് വന്നു. അടുത്ത എന്താണ്? 50√3, അതായത് 1/√3 എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് വരും? 50√3 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് √3 ബൈ 1/√3. ദാറ്റ് ഈസ് എച്ച് √3 ഇൻറ്റു √3 എന്തെന്ന് വരും? 3h എന്ന് വരും. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടിയേക്കുന്നത് ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 50√3 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 3h എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ എഴുതാം. 3h ഈസ് ഈക്വൽ ടു 50√3 പ്ലസ് എച്ച്. ഈ എച്ച് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 3h മൈനസ് എച്ച്, 2h ഈസ് ഈക്വൽ ടു 50√3. എന്ത് വരും? h ഈസ് ഈക്വൽ ടു 25√3 എന്ന് വരും. അപ്പൊ നമുക്ക് അതല്ലായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് എന്തെന്ന് കിട്ടി? 25√3 എന്ന് കിട്ടി. അത് നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഇതൊന്ന് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് മെഷർമെന്റ്സ് ഒന്നും തന്നെ തന്നിട്ടില്ല എങ്കിൽ ഏത് രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 20 മീറ്റർ 14 മീറ്റർ ഉയരമുള്ള രണ്ട് കഴുക്കോലുകൾ മുകളിൽ ഒരു കമ്പിയാൽ യോജിപ്പിച്ചിരിക്കുന്നു. അത് തിരശ്ചീനമായി 30 ഡിഗ്രി കോൺ രൂപീകരിക്കുന്നു എങ്കിൽ കമ്പിയുടെ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം.
അപ്പോൾ ഫസ്റ്റ് 20 മീറ്റർ ലെങ്ത് ഉള്ളൊരു കഴുക്കോല് വരച്ചു, 20 മീറ്റർ. ഇനി വരയ്ക്കേണ്ടത് 14 മീറ്റർ ലെങ്ത് ഉള്ളൊരു കഴുക്കോല് വരച്ചു, 14 മീറ്റർ. ഇത് തമ്മിൽ മുകളിൽ ഒരു കമ്പിയാൽ യോജിപ്പിച്ചിരിക്കുന്നു, അത് തിരശ്ചീനമായി 30 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്നു എന്ന്. അതായത് ഇതാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇവിടെ ലൈൻ വരയ്ക്കണം. ജസ്റ്റ് വരച്ചു കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? ഇവിടെ 30 ഡിഗ്രി കോൺ വന്നു. നമ്മൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുവാണ് ഈ ലൈൻ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 അല്ലേ? അപ്പോൾ ബാലൻസ് ഇതിന് മുകളിലോട്ട് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് 40 മീറ്റർ, ഇത് 6 മീറ്റർ. നമുക്കിത് ജസ്റ്റ് നെയിം ചെയ്ത് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കമ്പിയുടെ നീളം എത്ര? അതായത് ADയുടെ നീളം, അതായത് ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ഈ കമ്പിയുടെ നീളം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ഞാനിതിനെ 14, 6 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് അതിനു വേണ്ടി തന്നെയാണ്. ടോട്ടൽ 20 ആണ്, പക്ഷെ ഇത്രയും പോർഷൻ 14 ആണ്, ഇത് 6 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കേണ്ട ADയുടെ നീളമാണ്, അതായത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. 30യുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടിന്യൂസും കൂടെ വരുന്നത് സൈൻ ആണ്. സോ sin 30 is equal to AE by AD. നമുക്ക് AD ആണ് വേണ്ടത്. സോ AD is equal to AE by sin 30. AE എന്താണ്? 6. 6 by sin 30 1 by root 2, that is 6 into 2, 12 എന്ന് വരും. നമ്മുടെ ഓപ്ഷനിലുണ്ടല്ലോ, ഓപ്ഷൻ ഡി 12 മീറ്റർ ആണ് ആൻസർ. 45 മീറ്റർ ഉയരമുള്ളൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഗോപുരത്തിന്റെ മുകളിലേക്കുള്ള മേൽക്കോണും താഴേക്കുള്ള കീഴ്ക്കോണും യഥാക്രമം 30 ഡിഗ്രി 60 ഡിഗ്രിയായി നിരീക്ഷിക്കപ്പെടുന്നു. ഗോപുരത്തിന്റെ ഉയരം കണ്ടെത്തുക. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് 45 മീറ്റർ ഉയരമുള്ള കെട്ടിടം, 45 മീറ്റർ ഉയരമുള്ള കെട്ടിടം വരച്ചു. എന്നിട്ട് നമ്മൾ എന്താണ്? ബേസ് കൊടുത്തു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഗോപുരത്തിന്റെ മുകളിലേക്ക്, അപ്പൊ ഗോപുരം വരയ്ക്കണ്ടേ? ഗോപുരത്തിന്റെ മുകളിലേക്കുള്ള മേൽക്കോൺ, ഇതാണ് മേൽക്കോൺ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ലൈൻ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. മേൽക്കോൺ എത്രയാണ്? 30 ഡിഗ്രി. കീഴ്ക്കോൺ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? കീഴ്ക്കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി. അതായത് ഇത് 60 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇത് 60 ആണെങ്കിൽ ഇത് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കാനുള്ള പിക്ചർ എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നെയിം ചെയ്യാം. എ, ബി, സി, ഈ ലൈൻസിന് PQ എന്ന് കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗോപുരം ഏതാണ്? എന്താ? AC അല്ലേ? AC കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ലെങ്തും ഈ ലെങ്ത്. ഈ BCയുടെ ലെങ്ത് 45 ആണ്. അപ്പം ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 30 എടുത്താൽ മതി, പക്ഷെ നമുക്ക് ഈ ഒരു ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്ത് വേണം? QC കണ്ടുപിടിക്കണം. QC കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ PQC എന്നുള്ള ട്രയാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ PQC. യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെടുക്കാം? ടാനിന്റെ ഓപ്പോസിറ്റും അഡ്ജസ്റ്റന്റ്, 60യുടെ ഓപ്പോസിറ്റും അഡ്ജസ്റ്റന്റും വരുന്ന ടാൻ ആയതുകൊണ്ട് tan 60 is equal to ഓപ്പോസിറ്റ് PQ by അഡ്ജസ്റ്റന്റ് QC. നിന്ന് QC is equal to PQ by tan 60, that is √3. PQ എന്ന് പറയുന്നത് 45 by √3. നമ്മൾ എന്ത് ചെയ്യും? √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 45 √3 by 3, that is 15 √3 എന്ന് കിട്ടും. നമുക്ക് QC കിട്ടി. QC തന്നെയല്ലേ PB? QC is equal to PB എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് tan 30 എടുത്തു കൊടുത്താൽ പോരെ? tan 30 എടുത്തു കഴിഞ്ഞാൽ AB by PB എന്ന് വരും. That is AB is equal to tan 30 into PB.
tan 30 എന്താ 1/√3 ഇൻറ്റു PB എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു 15√3 √3 കട്ടായി പോയിട്ട് 15 കിട്ടും. AB യുടെ ലെങ്ത് നമുക്ക് വേണ്ടത് AC യുടെ ലെങ്ത് ആണ്. അപ്പൊ AC എന്ന് പറയുന്നത് AB പ്ലസ് BC ഈക്വൽ ടു AB യുടെ ലെങ്ത് എത്രയാ ഇപ്പൊ കണ്ടുപിടിച്ചു 15 പ്ലസ് BC യുടെ ലെങ്ത് 45 എന്തെന്ന് കിട്ടും 60 മീറ്റർ എന്ന് കിട്ടും. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി 60 മീറ്റർ. 7 മീറ്റർ ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് ഒരു ടവറിന്റെ മേൽക്കോൺ 30 ഡിഗ്രി ആയിരുന്നു. ടവറിൽ നിന്ന് 50√3 മീറ്റർ അകലെയായാണ് പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ടവറിന് എത്ര ഉയരം ഉണ്ടായിരുന്നു? നമുക്ക് വരച്ചു നോക്കാം. ഫസ്റ്റ് 7 മീറ്റർ ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോം വരച്ചു. 7 മീറ്റർ ഉയരമുള്ള പ്ലാറ്റ്ഫോം. ഇനി പിന്നെന്ത് വേണം? ടവർ വേണം. ടവർ നല്ല ഹൈറ്റിൽ നിൽപ്പുണ്ട്. ആ ടവറിലേക്കുള്ള എന്താണ് മേൽക്കോൺ 30 ഡിഗ്രി. സോ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് 30 ഡിഗ്രി വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോയിന്റ് വേണം. സോ ഇത് 30 ഡിഗ്രി. ഇനി ടവറിൽ നിന്ന് പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50√3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടവറിന് എത്ര ഉയരം ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ABC പേര് കൊടുക്കാം. ABCDE പേര് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്? AD യുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AD യുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് BD യുടെ ലെങ്ത് 7 മീറ്റർ ആണെന്നറിയാം. കാരണം എന്താണ് ECയും BDയും സെയിം ആണ്. ഇത് 7 ആണ്. അപ്പോൾ ഇനി AB യുടെ ലെങ്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ AB യുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ട്രയാങ്കിൾ ABC എടുക്കുക. അതിൽ നിന്ന് നമുക്ക് tan ആണ് എടുക്കേണ്ടത്. കാരണം എന്താ? tan 30. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. tan 30 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. നമുക്ക് അഡ്ജസൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. AB എന്ന് പറയുമ്പോൾ tan 30 ഇൻറ്റു CB നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. tan 30 1/√3. CB എന്താ? CB തന്നെയാണ് ED. സോ 50√3. അപ്പോൾ എന്തെന്ന് കിട്ടും? കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 50 എന്ന് കിട്ടും. ഇനി AB യുടെ ലെങ്ത് 50 ആണ്. അപ്പോൾ AD യുടെ ലെങ്ത് എന്തായിരിക്കും? 50 പ്ലസ് 7 57 മീറ്റർ. അത് ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ആൻസർ 57 മീറ്റർ. ഓപ്ഷൻ എ ആണ്. നമുക്ക് ഓപ്ഷൻ സിയും ഡിയും കാണുമ്പോൾ കുറച്ച് അതായിരിക്കുമെന്ന് തോന്നാനുള്ളൊരിതുണ്ട്. അത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് അങ്ങനെ തരുന്നത്. കറക്റ്റ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ 57 ആണ് കറക്റ്റ്.